എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ജൂലൈ 21-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളുകളിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഏകദേശം ജൂലൈ 25-ാം തീയതിയോടെ പ്രസിദ്ധീകരിച്ചേക്കും. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ഡേറ്റ് ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷം പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സാധാരണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടായ ശേഷമായിരിക്കും പിന്നീട് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടാത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരിക. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് നിങ്ങൾ വീണ്ടും ഓപ്ഷൻ നൽകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നേരത്തെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് മുമ്പായിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമായിരിക്കും സെക്കൻഡ് സപ്ലിമെൻ്ററി റിസൾട്ട് വരുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഇതേപോലെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാം. ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഫോർ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ അഡ്മിഷൻ 2026 ഹാസ് ബീൻ പബ്ലിഷ്ഡ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ അഡ്മിഷൻ 21/7/2026 at 4 PM, അതായത് 21-ാം തീയതി വൈകുന്നേരം 4 മണി വരെ അഡ്മിഷൻ നേടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് കാണാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് യൂസർ നെയിം ആയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ ഏത് മൊബൈൽ നമ്പറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ പാസ്വേഡ് എന്താണ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണാം. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഒരു റിന്യൂ ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് അവിടെ ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിങ്ങനെ ചേഞ്ച് ആക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ പാസ്വേഡ് മറന്നുപോയിട്ടുള്ള വിദ്യാർത്ഥികളും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ റിക്കവർ പാസ്വേഡ് എന്നുള്ള പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ക്യാപ്ച കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കോഡ് മനസ്സിലാവുന്നില്ലെങ്കിൽ ക്യാപ്ച കോഡ് ഇവിടെ റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ റിന്യൂ ചെയ്ത ശേഷം ആ ഒരു ക്യാപ്ച കോഡ് മനസ്സിലാവുമ്പോൾ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വാലിഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങൾക്ക് സെൻഡ് OTP ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് OTP നൽകുക. ചിലപ്പോൾ വാലിഡേറ്റ് ക്ലിക്ക് ചെയ്തതിനകത്തല്ല നേരെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ അത് കൃത്യമായിട്ട് അടുത്ത പേജിൽ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള 2 ബോക്സുകൾ വരും. അവിടെ നിങ്ങളുടെ പുതുതായിട്ടുള്ള പാസ്വേഡ് എന്താണ് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് പാസ്വേഡ് പുതുതായിട്ട് എന്താണോ വേണ്ടത് അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് സേവ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ അപേക്ഷ നൽകുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ പാസ്വേഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ക്യാപ്ച കോഡ് ഇവിടെ എന്താണ് കാണുന്നത് ആ ഒരു ക്യാപ്ച കോഡ് എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ കാണാൻ സാധിക്കും. അതായത് ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അലോട്ട്മെൻറ്റിൻ്റെ പേജിലേക്ക് പോകുന്നു. അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്നും കാണാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അതിന് താഴെയായിട്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേജിൽ നിന്നും അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കും കിട്ടിയവർക്കും നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും യുവർ റാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതും അടുത്ത സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്ന് അറിയാൻ സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ജൂലൈ 21-ാം തീയതി വൈകുന്നേരം 4 മണിക്കാകും അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജല്ല സ്കൂളുകളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലും കിട്ടിയിട്ടുണ്ടാകും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യമാണ്. എവിടെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് കിട്ടിയത് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്ററാണ് ആവശ്യമായിട്ടുള്ളത്. അടുത്ത നിങ്ങളുടെ SSLC അല്ലെങ്കിൽ CBSE ICSE നിങ്ങൾ ഏത് വിഭാഗത്തിലാണോ അതിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളവർ സർട്ടിഫിക്കറ്റോ എടുക്കുക. ഇനി അടുത്തത് നിങ്ങളുടെ TC അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി
റേഷൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീസ് എത്രയാണ് ഫീസ് വേണ്ടത്, ആ ഒരു ഫീസ് ഇത്രയാണ് ബേസിക് ആയിട്ട് വേണ്ടത്. എന്നാൽ ചില വിദ്യാർത്ഥികൾ അപേക്ഷയിൽ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാകും. അതായത് NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സിൽ A ഗ്രേഡ് അതുപോലുള്ള വിവിധ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ എടുക്കാം. ഇനി ചില വിദ്യാർത്ഥികൾ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റുകൾ, അത് ക്ലബ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ LSS, NMMS, NTSC, USS അതുപോലെ തന്നെയുള്ള വിവിധ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയിൽ കൊടുത്തിട്ടുള്ളവർ ആ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എസ് എന്ന് EWS എന്നുള്ളത് എസ് എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ EWS സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റോ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർ ജൂലൈ 21 തീയതിക്കാം പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.